അല്ല മൈ ഡിയേഴ്സ്, അപ്പോൾ ചിക്കൻ ഫ്രൈഡ് റൈസ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചെറുതായിട്ട് കുനുകുനായിട്ട് അരിഞ്ഞ ഗാർലിക്ക് തിളച്ച എണ്ണയിലേക്ക് ചേർത്ത് ഇങ്ങനെ കൊടുക്കുകയാണ്. സ്പ്രിംഗ് ഓനിയൻ അതിൻ്റെ കൂടെ ചേർക്കുന്നു. അതുപോലെ തന്നെ ക്യാരറ്റ്, ചെറുതായിട്ട് അരിഞ്ഞത് ക്യാരറ്റ് നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്ത് ഇങ്ങനെ എടുക്കുകയാണ്. അവനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ബീൻസ്, ആവശ്യത്തിനുള്ള ബീൻസ് അതിനെ ചേർത്തൊന്ന് ഇളക്കുകയാണ് കേട്ടോ. ഇവരെ ഒന്ന് സെറ്റായ ശേഷം ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് അവനൊന്ന് വീണ്ടും ഒന്ന് ഇളക്കി സെറ്റാക്കി എടുക്കുകയാണ്. അതുപോലെ തന്നെ ക്യാബേജ് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, ക്യാബേജും കൂടെ ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കനും ഫ്രൈയും അതുപോലെ തന്നെ മുട്ടയും ഇത് രണ്ടും കൂടെ അതിനകത്തുനിന്ന് ചേർത്ത് ഇളക്കുവാണ് കേട്ടോ. ഇത് രണ്ടും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. പിന്നെ ഇതാ സ്പൈസി എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് കുരുമുളക് പൊടി നന്നായിട്ട് ചേർത്ത് കൊടുത്ത് ഇവനെ ഒന്ന് ഇളക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ഫ്രൈഡ് റൈസിന് ആവശ്യമായ റൈസ് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുകയാണ്. ഇതിൻ്റെ കൂട്ടത്ത് കുറച്ച് വിനാഗിരി ചേർക്കുന്നു. അതുപോലെ തന്നെ കുറച്ചും കൂടെ സോസ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. പിന്നെ നമ്മൾ പൊടി പഞ്ചസാര ചേർക്കുന്നുണ്ട്. അജിനോമോട്ടോ ഒന്നും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചേർക്കുന്നില്ല. ഹെൽത്തി ആയിട്ടുള്ള ഹോം മെയ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളായതുകൊണ്ട് തന്നെ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലാണ് ഇതിനുണ്ടാക്കുന്നത്. ആവശ്യത്തിനുള്ള ഇലകളും ഐറ്റംസ് എല്ലാം ചേർത്ത് ഇവനെ ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് വൃത്തിയായിട്ട് ഇളക്കി സെറ്റാക്കി പൊളിയാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഈ ഫ്രൈഡ് റൈസ് ഏകദേശം നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു പാത്രത്തിലേക്കിട്ട് നമ്മൾ ഇതിനകത്ത് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. എന്തെങ്കിലും ഉപ്പോ ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഫ്രൈഡ് റൈസ് ഒരു പാത്രത്തിലേക്കിട്ട് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. സ്വർഗ്ഗം മാമാ സ്വർഗ്ഗം.